പ്രശാന്തേട്ടാ, നമ്മുടെ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുമോ? അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. ഒഴിവാക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തൊട്ട് പുള്ളി ഉണ്ടാക്കിയ ഒരു വിവാദമാണല്ലോ. കാരണം കേന്ദ്രമന്ത്രിസഭയിൽ പുള്ളിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഞാൻ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകത്തില്ല, എന്നെ ഒഴിവാക്കിയാൽ അത്രയും സന്തോഷം. അത് അങ്ങനെ പറഞ്ഞത് വളരെ തെറ്റായുള്ളൊരു കാര്യമാണ്. കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ പുള്ളി ആരാണ്ട് അവിടെ പിടിച്ച് വലിച്ച് വെച്ചേക്കുന്നത് പോലെയല്ല. അത് മാത്രമല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. അതായത് രാജ്യത്തെ സേവിക്കാൻ കിട്ടിയ ഒരു അവസരത്തേക്കാൾ വലുതാണ് എനിക്ക്. അല്ല, അത് സിനിമ അല്ലെങ്കിൽ അത് പുള്ളിയുടെ ഉപജീവന മാർഗം എന്നുള്ളതല്ലോ എത്രയാണ്. പക്ഷേ അത് പുള്ളിയുടെ ഉപജീവന മാർഗം നടക്കാത്തതുകൊണ്ട്. പക്ഷെ അതിൻ്റെ ആ വാചകത്തിനകത്ത് അതൊരു വല്ലാത്ത ദുർവ്യാഖ്യാനം ചെയ്യുന്ന മാത്രമല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരു കേന്ദ്രമന്ത്രി ആവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ലോകത്തിലെ വലിയ വലിയ ലോകം കീഴടക്കാൻ തക്ക പണമുള്ള ആൾക്കാർ ഒരു മന്ത്രിസ്ഥാനത്തിനോ MLA സ്ഥാനത്തിനോ ഇതുപോലുള്ള പദവികൾക്ക് വേണ്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്ത് ജനങ്ങൾ കൊടുത്ത ഒരു പദവിയാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിനകത്ത് അമിത്ഷായുടെ പേര് വലിച്ചിഴക്കുകയാണ്. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ ഒരു പ്രത്യേക പരിഗണനയുള്ളൊരു മനുഷ്യനാണ്. കാരണം അതൊക്കെ അവർ ഇദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കൊടുക്കാറുണ്ട്. അപ്പം അത് ഞാനങ്ങോട്ട് പുള്ളി അവർ തമ്മിലൊക്കെ ഉള്ള ഒരു ആഭ്യന്തരമന്ത്രിയും അദ്ദേഹവും തമ്മിലുള്ള ഒരു ചർച്ച പോലും വെളിയിൽ പൊങ്ങച്ചത്തിന് വേണ്ടി പറയുവാൻ പറ്റില്ലേ? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? മാത്രവുമല്ല, ഇതിന് അനുമതി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പം വിദഗ്ധരുടെ അഭിപ്രായം അനുസരിച്ച് ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ വേറെ രീതിയിൽ പണം സമ്പാദിക്കാൻ അവസരം കിട്ടുന്നത് ഭരണഘടനാപരമായിട്ട് തെറ്റാണെന്നുള്ള രീതിയിൽ ഭരണഘടനാ വിദഗ്ധർ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഒരാൾക്ക് വേണ്ടി മാത്രം ഇത്തരത്തിലൊരു കീഴ്വഴക്കം മോദി ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ പലർക്കും ആ കീഴ്വഴക്കം അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. നാളെ അല്ലെങ്കിൽ മറ്റേ സ്മൃതി ഇറാനി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. അവർ ഇതിന് ശേഷം അതിനൊന്നും പോകാതെ ഇതിനകത്ത് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു രീതിയിലേക്കാണല്ലോ വന്നത്. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ ആ കാര്യത്തിനകത്ത് ഇദ്ദേഹം ഒരു ജോലി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായിട്ട് നടത്താൻ പറ്റുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ലായിരിക്കും, പുള്ളിയുടെ ഉപജീവന മാർഗ്ഗമായിരിക്കും. പക്ഷെ അതിനകത്തൊക്കെ അതിൻ്റെ സംസാരവും അതിൻ്റെ കാര്യങ്ങളും നാളെ കാലത്തെ അവിടെ ചെന്നിട്ട് ഇവരുടെ അടുത്ത് രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി, എന്നെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരെ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തെന്ന് വരാം. പക്ഷേ ഇങ്ങനത്തെയുള്ള മൈക്യം വെച്ച് കിട്ടുമ്പോൾ 10 പേര് സംസാരിക്കും, കൈയടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും പറഞ്ഞ് ആ നാക്ക് ഗുളികനായിട്ട് മാറുന്ന രീതിയിലേക്കാണ് സുരേഷ് ഗോപിയുടെ ഇത് പോകുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് വളരെ കൃത്യമായിട്ട് അതൃപ്തി ഉണ്ടെന്നും അനിഷ്ടമുണ്ടായി. ഇത് വളരെ കൃത്യമായിട്ട് പബ്ലിസിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലുടനീളം, ഇന്ത്യയിലുടനീളം. അത് കേന്ദ്ര ഗവൺമെൻറ്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് അതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് പോലുമാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലുണ്ട്. പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല. ഇനി കേന്ദ്ര നേതാക്കന്മാരെ കാണാൻ പറ്റിയില്ലയോ എന്നുള്ള കാര്യം പോലും നമ്മൾക്കറിയത്തില്ല. മാത്രമല്ല, ഇവരെല്ലാം ഈ നമ്മുടെ നാട്ടിൻപുറത്ത് വിചാരിക്കുന്ന കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ കേന്ദ്ര സഹമന്ത്രിമാർക്ക് കാണാൻ പോലും പറ്റത്തില്ല. കാരണം ഇവരെ മന്ത്രിസഭാ യോഗത്തിനൊന്നും കേന്ദ്ര സഹമന്ത്രിമാരില്ല, മന്ത്രിസഭാ യോഗത്തിന് പോലും വിളിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയുള്ളവരെയൊക്കെ ഒന്നും ഇവർക്ക് വളരെ പെട്ടെന്ന് കാണാനൊന്നും പറ്റത്തില്ല. ആ ഒരു സാഹചര്യം എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. കാരണം അവരതിനെല്ലാം, കാരണം ഇതേ ഒരു ശുദ്ധാത്മാവാണെന്നും അല്ലെങ്കിൽ നാട്ടുകാർ ഗുണം ചെയ്യുന്ന ആളാണെന്നും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്നും ഒക്കെ അറിയാം. പക്ഷേ നിരന്തരമായിട്ട് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളെന്ന് പറഞ്ഞാൽ ഇയാളൊരു നല്ല പുങ്കൻ്റെ ഒരു ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് സുരേഷ് ഗോപി. പലപ്പോഴും അങ്ങനെ. ഇത്രയും വലിയൊരു മനുഷ്യല്ലേ, എന്താണ് ഇല്ലാത്തത്? ഞാൻ നമ്മുടെ വീട്ടിലെ ആശാരിപ്പണിക്ക് വരുന്ന ആളുണ്ട്. നമ്മുടെ ഒരു പ്രാവശ്യം എടുത്ത് പറഞ്ഞാൽ ഒരു നേരം ഒരു മുണ്ടേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഒരു മുണ്ടെടുക്കത്തുള്ളൂ. രാജയോഗം ഇല്ലാത്തതിന് പറ്റുമോ ജോണ? ഇത് ഒരു പ്രാവശ്യം ഒരു മുണ്ടെടുക്കാന്ന് പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാർ നെഹ്റു പണ്ട് പറയുമായിരുന്നു, ഈ അദ്ദേഹത്തിൻ്റെ പോളിഷ് ചെയ്യാൻ ആളില്ലാത്തപ്പം നെഹ്റുവിൻ്റെ അച്ഛൻ പറഞ്ഞെന്നാണ് പറഞ്ഞ്, നീ ദിവസം ഓരോ ഷൂ ഉപയോഗിച്ചു. കാരണം അതുപോലെ സമ്പന്നരാണല്ലോ. അപ്പോൾ അത് ഇതുപോലെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ ഇത് ആരെ കാണിക്കുക പൊങ്ങച്ചൻ? നമ്മുടെ തിരുവിതാംകൂർ രാജാവിനെ അറിയത്തില്ല, 150 രൂപയുടെ മുണ്ടും ലാളിത്യമായിട്ടേ റോൾസ് റോയ്സ് ആരാണ്ട് കൊടുത്തപ്പോൾ, പിറന്നാളിന് കൊടുത്തപ്പോൾ ഓടിച്ചു കൊടുത്തിട്ട് അങ്ങ് തിരിച്ചു കൊടുത്തു. നമ്മുടെ അദ്ദേഹം വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മനുഷ്യനാണല്ലോ. ഇത്രയും ലളിതമായിട്ട് ഒരു രാജാവ് ജീവിക്കാൻ. കാരണം പുള്ളി ഈ നിലവറ കയറി കണ്ടിട്ടുണ്ടേ, ഇതെല്ലാം അവരുടെയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ പുള്ളിക്കറിയാം? അല്ല, ഇത് എത്ര ലക്ഷം കോടിയുടെ ആസ്തിയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കുന്നതെന്നുള്ള കാര്യത്തെപ്പറ്റി പുള്ളിക്ക് ബോധ്യമുണ്ട്. ഇതും കൊണ്ടൊന്നൊരു കാര്യമില്ലെന്നും പുള്ളിക്കറിയാം. ആ രീതിയിലാണ് പുള്ളി പെരുമാറുന്നത്. അതുപോലെ തന്നെ ഈ മനുഷ്യന് എല്ലാ അവസരങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഗുണം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടോ വന്നു ചേരുന്നുണ്ട്. പിന്നെ ഈ ഗോഷ്ഠി കാണിച്ച്
ഉള്ള ആൾക്കാർക്ക് ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും അദ്ദേഹത്തെ സഹായിക്കുന്ന സംവിധാനങ്ങൾക്കും പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി പലവട്ടം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിച്ച് ഞാൻ മുന്നോട്ട് പോകും ഒന്ന് സുരേഷ് ഗോപി തീരുമാനിച്ചും ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിലെ BJPക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇക്കാര്യത്തിൽ. അവർ തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. കേന്ദ്ര നേതൃത്വത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിയെ മൂക്കേറിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സുരേഷ് ഗോപി സിനിമ എടുക്കണമെന്ന് നിർബന്ധം പിടിച്ചാൽ സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അതായത് ഇതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറയുന്നത് പാർട്ടി അത്രയും താല്പര്യമെടുത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കിയതാണ്. പലർക്കും നേരത്തെ പറഞ്ഞ പോലെ പലർക്കും എത്രയോ വർഷം, ഇപ്പോൾ 5-6 പ്രാവശ്യം MP-മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ പരിഗണിക്കാറില്ല ചിലപ്പോഴൊക്കെ. ആദ്യത്തെ ചാൻസിൽ തന്നെ അദ്ദേഹം അത് അത്രയും പ്രധാനപ്പെട്ട ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിച്ചത്. അപ്പോൾ അദ്ദേഹം അതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നേണ്ടി വരും. ഇതൊന്നും എനിക്ക് വലിയ കാര്യമല്ല എന്നുള്ള ഞാനായതുകൊണ്ട് എനിക്ക് ഇതെല്ലാം കൂടെ വന്ന് താളികയിൽ തന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാം. സംസാരത്തിനകത്ത് അദ്ദേഹം മനസ്സിൽ അങ്ങനെ വെച്ചിട്ടായിരിക്കും, മനസ്സിൽ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ മനസ്സിലൊന്നും അങ്ങനത്തെ കാര്യങ്ങളുള്ള ആളെ ആയിരിക്കത്തില്ല. അത് ശുദ്ധാത്മാക്കളായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചും സംഭവിക്കാറുണ്ട്. ചില ആൾക്കാരുടെ സംസാരം ജോൺ ശ്രദ്ധിച്ചിട്ടില്ല, നമുക്ക് ഒരിക്കലും പിടിക്കത്തില്ല. പക്ഷെ അവർ നന്മയുടെ നിറകുടമായിരിക്കും. സുരേഷ് ഗോപിയുടെ കാര്യത്തിനകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അദ്ദേഹത്തെ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത്. പക്ഷേ ഇത് ബുദ്ധിമുട്ടാണ്. ഇത് രാഷ്ട്രീയ പാർട്ടിയാണ്. ഇതൊരു വലിയ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും വായി വരുന്നത് കോതകിലൊക്കെ. മണിയാശാൻ എന്ന് പറഞ്ഞ ഒരാളിനെ കൊണ്ട് CPM അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്ര. മണിയാശാനെ വ്യക്തിപരമായിട്ട് ആഴത്തിലേക്ക് ഇത് നോക്കുമ്പോൾ മണിയാശാൻ നല്ല മനുഷ്യനാണ്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മൈക്കിന്റെ മുമ്പിൽ വരുമ്പോഴും ഈ മണിയാശാന്റെ വോയിസ് എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് അറിയണമെങ്കിൽ അടുത്തറിയുന്ന 10 പേർക്കേ അറിയത്തുള്ളൂ. മണിയാശാന്റെ വോയിസ് കേരളത്തിൽ മൊത്തം കേൾക്കുമ്പോൾ ഈ ലോകത്തിൽ ഇത്രയും നാശം പിടിച്ചതും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും അപജയം പിടിച്ച ഒരു നേതാവുണ്ടെന്നല്ലേ വിചാരിക്കത്തുള്ളൂ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളുടെ സംസാരം ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ, ദൂരെ ഇരുന്ന് വീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ സംസാരിക്കണം. നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ശ്രദ്ധിച്ചിട്ട് നേരിട്ട് ഞാൻ ജോണിനെ ഇച്ചിരി കടുപ്പിച്ച് എന്തോ ജോണെന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ കാണുമ്പോൾ ജോണിന് മനസ്സിലായി അത് ഒന്നുമില്ല, സൗണ്ട് അല്ലെങ്കിൽ ഇച്ചിരി സ്ട്രെയിൻ എടുത്ത് പറഞ്ഞു. ഫോണിൽ കൂടെ ആണെങ്കിൽ ജോൺ അന്നേരം വിചാരിക്കും അയാളെന്തോ എൻ്റെ ദേഷ്യപ്പെടുന്നത്. ഇതിനൊക്കെ ഓരോ മീഡിയ വരുമ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നലുകളുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി പോകേണ്ട ആവേണ്ട ആളല്ലേ. ഇത്രയും വലിയ തലങ്ങളിൽ വലിയ വലിയ ആൾക്കാരോട് ബന്ധപ്പെടുന്ന ആൾ. വലിയ വലിയ സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മോശമായ ഫീൽഡാണ്. പിന്നെയും ഇത് ആർക്കും അദ്ദേഹത്തെ പറ്റി മോശം. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അദ്ദേഹത്തെ പറ്റി ആക്ഷേപമൊന്നും ആർക്കില്ല. സഹായിച്ച കഥകളെ പറയാനുള്ളൂ. പക്ഷേ ഇതൊക്കെ ഉള്ള ഒരാൾ അത് കൂടുതൽ വലുതാക്കി എടുക്കുന്നതിന് പകരം കേന്ദ്രമന്ത്രി ഡൽഹിയിൽ നിന്ന് 2 ദിവസം ഇങ്ങോട്ട് വരും, ആരെങ്കിലും പിടിച്ചൊരു മൈക്ക് കൊടുക്കും, എന്തെങ്കിലും നാശം ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് ഒരു നേതാവ് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ BJP വെച്ച ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ആ പാർട്ടിയോട് ചെയ്യുന്ന കൂറുകേടും അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ദോഷമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും സുരേഷ് ഗോപി ശ്രദ്ധിക്കുക. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒന്നുകിൽ സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്ത് സിനിമാടനായിട്ട് ഒരു MP ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റാതെ കേന്ദ്രമന്ത്രിയായിട്ട് ജനത്തെ സേവിക്കുക. ഏത് വേണമെന്ന് തീരുമാനിച്ചോളൂ എന്നുള്ള രീതിയിലേക്ക് കേന്ദ്രത്തിൽ നടപടിയിൽ വരുന്നതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള BJPയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ MP ആണ്. രാജ്യസഭാ MP ഒക്കെ ആയിട്ട് ആളുകൾ അത് ഇവിടുന്ന് അല്ലല്ലോ, രാജ്യസഭാ മെമ്പർമാരായിട്ട് പോയിട്ടുണ്ട്. ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ MP. അപ്പോൾ അതിൻ്റെ ഒരു പരിവേഷം അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത് ഈ പാർട്ടിയെ ഇവിടെ സജീവമാക്കാനും പാർട്ടിയെ വളർത്താനും ഇദ്ദേഹം ഒരു ടൂളാണ്. പാർട്ടി നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ മനുഷ്യനിലൂടെ നമ്മളെന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തെയും സിനിമാ താരം എന്നുള്ള ആ ഒരു പ്രഭയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള ആ മന്ത്രി എന്നുള്ള ആ അനുഭവ സമ്പത്തോ നമുക്ക് പറയാൻ പാടില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പാർട്ടിയെ സജീവമാക്കാം എന്ന് പാർട്ടി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം അതിന് നിന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് ജോൺ പറഞ്ഞതിനകത്തൊരു വലിയ കാര്യമുണ്ട്. കാരണം പാർട്ടിക്ക് വളരെ പ്രതീക്ഷ ഇദ്ദേഹത്തിലുണ്ട്. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇല്ലാത്ത ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. കാരണം പുള്ളി കള്ളനല്ല. പുള്ളി പൊതു അല്ലെങ്കിൽ ഇതുപോലെ ഒരു പൊതു കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ഈ പദവിയിലിരുന്നാൽ അതിനകത്തുനിന്നൊന്നും എടുക്കത്തില്ല, കയ്യിൽ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഇടത്തേ ഉള്ളൂ. ഇതൊരു വലിയ ജനങ്ങളെല്ലാം ശത്രുവും മിത്രവും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. വെളിയിൽ പറയുന്നില്ലെങ്കിലും അത് അങ്ങനത്തെ ഒരു രാഷ്ട്രീയക്കാരനെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തില്ല. അത് കോൺഗ്രസിനകത്തും BJPക്കകത്തും CPMനകത്തും ഒക്കെ വളരെ വിരളമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. ആ സ്ഥാനത്ത് ഇദ്ദേഹം വരുവാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു മൈലേജ് വളരെ കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് പരിഗണിക്കുമ്പോൾ ഈ ഒരു കാര്യം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തെ അത്രത്തോളം അറിഞ്ഞു കഴിഞ്ഞു ജനം അടുത്ത്. അപ്പോൾ ആ ഒരു പ്രിവിലേജ് വെച്ചിട്ട് അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന പാർട്ടിക്ക് ആ ഒരു താല്പര്യമോ കാണത്തില്ലേ. അപ്പോൾ അത് നിന്നു കൊടുക്കുന്നതിന് പകരം നേരെ ഓരോ ദിവസവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വന്നാൽ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു വിഷയം ശത്രുക്കൾ നോക്കിയിരിക്കുമ്പോൾ അത് എടുത്ത് ഇട്ടിട്ട് ഇതിനെല്ലാം മറച്ചു പോകുന്ന രീതിയിലേക്ക് വരും. കാരണം എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ അത് ഹൈലൈറ്റ് ചെയ്യുന്നതിനും അത് കൺവേർട്ട് ചെയ്യുന്നതിനും ഒന്നും പാടില്ല.
അത്രയ്ക്ക് മിടുക്കന്മാരാണ് രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ. അത് സുരേഷ് ഗോപി മനസ്സിലാക്കണം. സുരേഷ് ഗോപി വായടച്ച് മര്യാദയ്ക്ക് മുന്നോട്ട് പോവുക. അതിന് ജോർജ് കുര്യനെ അദ്ദേഹത്തിൻ്റെ ജോർജ് കുര്യൻ മാതൃകയാക്കിയാലും കുഴപ്പമില്ല. കാരണം എങ്ങനെയാവണം ഒരു രാഷ്ട്രീയക്കാരൻ. അങ്ങനെ ആർക്കും നമുക്കറിയാൻ പറ്റിയ വിഷയത്തിൽ അറിയാവുന്ന വിഷയത്തെ ആരെ മാതൃകയാക്കി ആര് മുന്നോട്ട് പോകുന്നതും മിടുക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഒരു കുറവല്ല. എന്തായാലും സുരേഷ് ഗോപി ഇനിയെങ്കിലും രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു MP ആയിട്ട് ഒരു BJP-കാരനായിട്ടൊക്കെ ജനങ്ങളെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സുരേഷ് ഗോപി സിനിമ എടുക്കുന്നെങ്കിൽ സിനിമ എടുക്കുക. നമുക്കിതിനകത്തൊന്നും അഭിപ്രായമില്ല. മന്ത്രിയായിട്ടിരിക്കുന്നെങ്കിൽ മന്ത്രിയായിട്ടിരിക്കുക. അദ്ദേഹത്തെ സഹായിച്ചവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അപ്പോൾ അത് സുരേഷ് ഗോപി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് വാവിട്ട വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിക്കുക. അതെ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും അല്ലെങ്കിൽ കല്ലും നമുക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അത് എവിടൊക്കെ ചെന്ന് കയറുമെന്ന് പിന്നെ മനസ്സിലാവുന്നില്ല. അതായത് സുരേഷ് ഗോപിക്ക് അറിയാം സംഭവിച്ചത്. സുരേഷ് ഗോപിക്ക് അറിയാം. ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും അമർത്തുക.